ഈ ക്യാൻഡിൽ കത്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന്. സംഭവം അത് തന്നെയാണ്. കുറച്ച് ഹാൻഡ് മെയ്ഡ് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ലിസ്റ്റ് എഴുതുകയാണ്. നമ്മുടെ ലിസ്റ്റിൽ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്, സ്റ്റാമ്പ്സ് ഉണ്ട്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പിന്നെ കോഡ്സ് ഒക്കെ എഴുതിയ പേപ്പേഴ്സ് ഇല്ലേ അത്, പിന്നെ വാഷി ടേപ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത്. ഫസ്റ്റ് നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ നോർമൽ നോട്ട്ബുക്സിലൊക്കെ ഉള്ള പേപ്പർ ഈ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഈയിടെയായി വാങ്ങിയതാണ് ഈ കാണുന്ന ആൽക്കഹോൾ ഇങ്ക് മാർക്കർ. ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് ബ്രഷ് പെൻ അല്ലല്ലോ ആൽക്കഹോൾ മാർക്കർ അല്ലേന്ന്. അതെ, ഇത് ആൽക്കഹോൾ മാർക്കറാണ്. ഞാൻ ആ വീഡിയോയിൽ സ്കെച്ച് പെൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ മാർക്കർ കിട്ടിയതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് വരച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം നിങ്ങൾക്ക് ജേർണൽസിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാനൊരു 10-15 പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വരച്ച് എനിക്ക് അങ്ങോട്ട് കൊതി തീരുന്നില്ല, അങ്ങനെ ഇരുന്ന് വരച്ചതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറയാൻ മറക്കണ്ട. അടുത്തതായി നമുക്ക് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. സ്റ്റാമ്പ്സ് ഉണ്ടാക്കാൻ ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ പീസ് ചാർട്ട് പേപ്പറിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ സൈഡ് കട്ട് ചെയ്യാൻ പഞ്ചിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ്, എന്നാലും കുഴപ്പമില്ല, ഭംഗിയുണ്ട്. പിന്നെ എനിക്ക് സ്റ്റാമ്പ്സിൽ പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്റ്റാമ്പ് ഉണ്ടാക്കിയപ്പോഴും ഞാൻ സൈഡിൽ പിങ്ക് കളർ, ബാക്ക്ഗ്രൗണ്ട് പിങ്ക് കളറാണ് കൊടുത്തത്. അങ്ങനെ കൊടുക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. കാരണം എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്, നടുക്കത്തെ പടത്തിന് മാത്രം വ്യത്യാസം, ബാക്കി എല്ലാം സെയിം. അതെനിക്കങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ കുഴപ്പമില്ല, ഇതെല്ലാം പല പല പേപ്പറിലാണല്ലോ വരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഒരു 5-6 സ്റ്റാമ്പ്സും ഉണ്ടാക്കിയെടുത്തു. എനിക്ക് സ്റ്റാമ്പ്സാണ് ഉണ്ടാക്കിയതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ കളറിന് ഒരു വ്യത്യാസം കൊടുത്തിരുന്നെങ്കിൽ സ്റ്റാമ്പ്സ് അടിപൊളിയാവുമായിരുന്നു ഗേൾസ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാൻ കൂടുതലും ഷോർട്സാണ് ഇടുന്നത്. പണ്ട് 2022 ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വീഡിയോസ് ലോങ് ഇടുമായിരുന്നു. ആ വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ല. അപ്പോഴൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളൊന്നും അല്ല. ഇപ്പോഴാണ് റീസെൻ്റായിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയുണ്ട്, സ്റ്റാമ്പ്സ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കണ്ട. അടുത്ത് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഗേൾസ്. ഇങ്ങനെ കുറച്ച് പാറ്റേൺ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും ഇഷ്ടപ്പെട്ടു. സ്റ്റാമ്പ്സും ഇഷ്ടപ്പെട്ടു, അതേ സെയിം ആയിട്ട് ഇതും ഇഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ വിചാരിച്ചു സെല്ലോ ടേപ്പ് മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ കോഴിയെ ഞാൻ കറി വെക്കട്ടെ ഗൈസ്. ചുമ്മാ പറഞ്ഞതാ, കുറേ നേരം കൊണ്ട് ഞാൻ വോയിസ് കട്ട് ചെയ്യുന്നു. അടുത്തത് പട്ടി തുടങ്ങി. ഈ വീട്ടിൽ ഇതുപോലെ ഒരു ലോഡ് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പുറത്ത് സെല്ലോ ടാപ്പൊക്കെ ഒട്ടിച്ചാൽ നമുക്ക് അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ സെല്ലോ ടാപ്പൊന്നും ചെയ്തിട്ടില്ല. അടുത്തതായി നമുക്ക് കുറച്ച് കോഡ്സ് എഴുതി കൊടുക്കാം. ഇത്തിരി മോട്ടിവേഷനലൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗസീൻസിലൊക്കെ ഉള്ള കോഡ്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളി കോഡ്സൊക്കെ കാണുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ എഴുതി കൊടുത്തിട്ട് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കളറൊക്കെ ഇട്ട് എഴുതിയിട്ട് അത് വെട്ടിയെടുത്താൽ മാത്രം മതി. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കെല്ലാം സെല്ലോ ടാപ്പിട്ട് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നോർമൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കുന്ന ടൈമിലും എനിക്ക് ഭയങ്കര ഹാപ്പി, അങ്ങനത്തെ ഒരു മൂഡായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര റിലാക്സിങ് ഫീലൊക്കെയാണ് ഇതുണ്ടാക്കുന്ന ടൈം. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇതിന് 1 രൂപ പോലും ചിലവില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള പേപ്പറും സ്കെച്ച് പെന്നും, നോർമൽ സ്കെച്ച് പെൻ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ജേർണൽ സപ്ലീസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കണ്ട. അടുത്തായിട്ട് നമുക്ക് വാഷി ടേപ്സ് ഉണ്ടാക്കാം. വാഷി ടേപ്സിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു സ്ട്രോബെറി തീമാണ്. ഞാൻ മുന്നേയൊക്കെ വിചാരിച്ചു ഇത് വരയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും, അതുകൊണ്ട് ഇപ്പോഴൊന്നും വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും വരച്ച് നോക്കാമെന്ന്. പക്ഷേ ഭയങ്കര എളുപ്പമാണ്. ഇതിൽ കുറച്ച് വൈറ്റ് ഡോട്ട്സൊക്കെ ഇടണമായിരുന്നു. അതിൻ്റെ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിട്ടില്ല. പിന്നെ അടുത്ത് വരച്ചത് കുളമായി. കാരണം ഇത്രയും ഡാർക്ക് കളറിൽ ഒരു ലൈറ്റ് കളർ യെല്ലോ വെച്ചിട്ടൊരു ഫ്ലവർ വരച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ തന്നെ ഇരുന്നു. അതത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ വാഷി ടേപ്സ് ഒന്നും അധികം നീളമൊന്നുമില്ല. സാധാരണ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് ഇത്രയൊക്കെ ആവശ്യം വരുമോയെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ജേർണൽ സപ്ലൈസ് ഇത്രയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്.
അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റിൽ അറിയിക്കണം. പിന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്ര ഈസി അല്ലേ. നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായങ്ങളും പറയണം. പിന്നെ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.